ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. വേറൊന്നുമല്ല, മാങ്ങച്ചാറാണ്. നമ്മുടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുള്ള രീതിയിൽ ഒരു അടിപൊളി മാങ്ങച്ചാറാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് 3 പച്ചമാങ്ങയാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ള, അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അതിനെ നമ്മൾ ക്യൂബ് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാങ്ങയിലോട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് മസാല ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആ മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുന്നു. അതിനുശേഷം നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മുടെ അച്ചാറിന് എരിവിന് എത്ര മുളക് പൊടിയാണോ ഇടുന്നത് അതിൻ്റെ പകുതി മുളക് പൊടിയാണ് നമ്മളിവിടെ ഇടുന്നത്. ഞാൻ കാശ്മീരിയും അല്ലാതെ നോർമൽ ചില്ലിയും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. പിന്നെ കുറച്ച് കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കീറിയത് അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇത് മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ മസാല തയ്യാറാക്കാനായിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വറ്റൽ മുളക്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 2 കൊമ്പ് കറിവേപ്പിലയാണ്. അതിൻ്റെ ആ തണ്ടും കൂടെ കളയണ്ട, അതും കൂടെ മുറിച്ച് അവിടെ വയ്ക്കുക. അടുത്തതായിട്ട് നമുക്ക് അച്ചാർ തയ്യാറാക്കാനുള്ള പാന് അല്ലെങ്കിൽ ചീനച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കുക. അതിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് സ്വർണ്ണ നിറമാവുമ്പോഴേക്കും നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതും സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ഈ 3 എണ്ണവും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് മസാലയാക്കാനുള്ള നമ്മുടെ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇടേണ്ടത്. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നാൽ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് കായപ്പൊടി. ചിലർക്ക് കായപ്പൊടി ചേർക്കുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് കായപ്പൊടി ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ കാശ്മീരി ചില്ലിയും 1 സ്പൂൺ നോർമൽ ചില്ലിയുമാണ് ചേർത്തത്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ അത്യാവശ്യം എരിവിലുള്ള ഒരു അച്ചാർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ്, അത് നമ്മുടെ മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പായിരുന്നു നമ്മൾ ചേർത്ത് കൊടുത്താൽ. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ വിനാഗിരി ചേർക്കുന്നുണ്ട്. കുറച്ച് നാൾ നമുക്കത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വിനാഗിരി ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നല്ലെണ്ണ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് നമ്മുടെ അച്ചാർ കേടാവാനുള്ള സാധ്യത തീരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് കുറച്ച് നാളത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറഞ്ഞ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തത്. ആ മിക്സ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങയും കൂടെ നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സുമായിട്ടത് നന്നായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അധിക സമയം നമ്മൾ തീ ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. കാരണം നമ്മുടെ മാങ്ങയൊന്നും അധികം വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളപ്പോൾ തന്നെ തീ ഓഫാക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൂട്ടിയതിന് ശേഷം നമ്മൾ തീ ഓഫാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതിൽ തന്നെ നോർമൽ നമ്മുടെ അച്ചാറിനെക്കാട്ടി ചില ഡിഫറൻസസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത്തരം രുചികരമായ നാടൻ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.